ഹായ്, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് പവർ ഫംഗ്ഷൻ. പവർ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഡെഫിനിഷൻ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity e raised to minus st into f of t dt. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കോൺസ്റ്റന്റിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ പഠിച്ച്, അതേപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനും പഠിച്ച്. ഈ ക്ലാസ്സിൽ പവർ ഫംഗ്ഷന്റെ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടി റേസ് ടു n എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തെ എലമെന്ററി ഫംഗ്ഷൻ ആണ്. രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഒന്നാമത്തത്, രണ്ടാമത്തത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇന്ന് മൂന്നാമത്തെ ടി റേസ് ടു n. അപ്പം ഡെഫിനിഷൻ പ്രകാരം ഇന്റഗ്രൽ 0 to infinity e raised to minus st into f of t dt എന്നുള്ളത് t raised to n dt ആയി മാറും. t raised to n dt that's equal to, ഈ ഒരു ഇന്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഗാമ ഫംഗ്ഷന്റെ കേസിലുള്ള ഒരു ഇന്റഗ്രൽ അറിയണം. ആ ഒരു ഇന്റഗ്രൽ 0 to infinity x raised to n into e raised to minus ax dx equal to, ഈ ഇന്റഗ്രേഷന്റെ ആൻസർ അറിയണം ഗാമ n plus 1 by a raised to n plus 1. ഇത് ഗാമ ഫംഗ്ഷനിൽ പഠിക്കാനുള്ള ഒരു ഇന്റഗ്രൽ ആണ്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇത് എക്സിന്റെ ടേമുള്ള ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, ഇത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഇന്റഗ്രേഷൻ എങ്ങനെ വരും? ഈ ഒരു ഓർഡർ മാറ്റി ചിന്തിച്ചാൽ മതി. ടി റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എന്നിന് പകരം n തന്നെയാണുള്ളത്. പക്ഷെ ഇവിടെ ഇ റേസ് ടു മൈനസ് എ എക്സ് ആണ്, ഇവിടെ ഇ റേസ് ടു മൈനസ് എസ് ടി ആണ്. അപ്പൊ അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എ ഈക്വൽ ടു എസ് ആണ് കിട്ടും. സോ ഇതിന്റെ ആൻസർ ഗാമ n plus 1 by a raised to n plus 1 പകരം എക്ക് പകരം എസ് ആയതുകൊണ്ട് s raised to n plus 1. ഓക്കെ, ഇതാണ് ആൻസർ. ഗാമ n plus 1 by s raised to n plus 1. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ടി റേസ് ടു n ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഗാമ n plus 1 by s raised to n plus 1. അപ്പൊ ഇത് വെച്ചുള്ള എക്സാമ്പിൾസ് നോക്കാം. ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടി ക്യൂബ് ചോദിച്ചു. ഇതിപ്പോ ഒരു ടി റേസ് ടു n ഫോർമാറ്റിലാണ്. അപ്പം നമ്മളെ ഈ ഒരു ആൻസർ പ്രകാരം ഗാമ n plus 1 എന്നുള്ളത് 3 plus 1 ആവും. ഗാമ 3 plus 1 by s raised to 3 plus 1 that's equal to ഗാമ 4 by s raised to 4. പിന്നെ ഗാമ n ന്റെ ഡെഫിനിഷൻ അറിയണം. ഗാമ n equal to n minus 1 ഫാക്ടോറിയൽ ആണ്. ഗാമ ഫംഗ്ഷൻ ഈ രീതിയിലാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഗാമ 4 equal to 4 minus 1 ഫാക്ടോറിയൽ, അതായത് 3 ഫാക്ടോറിയൽ equal to 6. അപ്പൊ 6 by x raised to 4 വരും. അപ്പൊ ടി ക്യൂബിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ 6 by s raised to 4. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഒരു ടി സ്ക്വയർ ചെയ്ത് നോക്കാം. അപ്പം n equal to 2 ആണ് ഈ കേസിൽ. അപ്പൊ ഗാമ n plus 1 എന്നുള്ളത് 2 plus 1 ആവും. ഗാമ 2 plus 1 by s raised to 2 plus 1 that's equal to ഗാമ 3 by s cube. ഗാമ 3 equal to, again ഈ റിസൾട്ട് പ്രകാരം ഗാമ 3 equal to 3 minus 1 factorial that's equal to 2 factorial that's equal to 2. അപ്പൊ 2 by s cube വരും. അപ്പൊ ടി സ്ക്വയറിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ 2 by s cube എന്ന് വരും. അപ്പൊ ഈ രീതിയിലാണ് ഇങ്ങനെയുള്ള പവർ, ടീന്റെ പവറിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.